ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി കറിയാണ്, ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിതാ ഈ ഒരു കപ്പിന് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി അത് നമുക്കൊന്നുകൂടി കഴുകിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ കറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് വറ്റിച്ചെടുത്താൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കണം, ചെറുപയർ വെന്ത് വന്നാൽ വെള്ളം തികയാതെ വരും. അപ്പോൾ അത് ഞാൻ ഗ്യാസിൽ വെച്ചു. ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടാം. ഇനി ഒരു പാൻ വെച്ച് ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇടുന്നതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക്, ഒരു സവോള, ഇത്ര അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് ഞാനിത് കട്ടിംഗ് ബോർഡ് ഒരു സൈഡിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി വരെ എടുക്കാം, വലുതാണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. അത് നന്നായി വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി എരിവ് വേണ്ടവർക്ക് ഇടാം. ഇത് അധികം എരിവില്ല, എന്നാൽ പച്ചമുളകിൻ്റെ ഒരു എരിവുണ്ടേനു. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഈ സവോള തക്കാളി വഴറ്റിയ മിക്സിലേക്ക് ഈ ചെറുപയർ വേവിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കി നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുപയർ കറി റെഡിയായി. ചോറിൻ്റെ കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെച്ചെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.